വളരെക്കാലം മുമ്പ് ഭൂമി ദുഷ്ടരാജാക്കന്മാരുടെയും മനുഷ്യവേഷം ധരിച്ച അസുരന്മാരുടെയും ഭാരം അനുഭവിച്ചുകൊണ്ടിരുന്നു. ക്രൂരതയും നുണകളും അനീതിയും എല്ലായിടത്തും വ്യാപിച്ചു. ആളുകൾ സഹായത്തിനായി ദേവന്മാരോട് പ്രാർത്ഥിച്ചു. പശുവിന്റെ രൂപത്തിൽ ഭൂമിമാതാവ് ബ്രഹ്മാവിന്റെ അടുക്കൽ പോയി. ബ്രഹ്മാവ് മറ്റ് ദേവന്മാരോടൊപ്പം പ്രപഞ്ച സംരക്ഷകനായ വിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു. തിന്മയെ നശിപ്പിച്ച് ധർമ്മം, നീതി തിരികെ കൊണ്ടുവരാൻ ഭൂമിയിൽ ജനിക്കുമെന്ന് വിഷ്ണു വാഗ്ദാനം ചെയ്തു. ആ സമയത്ത് മധുരനഗരത്തിൽ കംസൻ എന്ന ദുഷ്ടനായ ഒരു രാജാവിനെ ഭരിച്ചു. ഒരു ദിവസം തന്റെ സഹോദരി ദേവകിയെയും ഭർത്താവ് വാസുദേവനെയും ഒരു രഥത്തിൽ കൊണ്ടുപോകുമ്പോൾ ആകാശത്ത് നിന്ന് ഒരു ദിവ്യ ശബ്ദം പറഞ്ഞു, കംസ്, നിന്റെ സഹോദരിയുടെ 8ാമത്തെ കുട്ടി നിന്റെ മരണമായിരിക്കും. ഭേന്നുപോയ കംസൻ ദേവകിയെയും വാസുദേവനെയും തടവിലാക്കി അവർക്കുണ്ടായിരുന്ന ഓരോ കുട്ടിയെയും കൊന്നുകളഞ്ഞു. ആദ്യത്തെ 6 കുഞ്ഞുങ്ങളെയും അവൻ കൊന്നു. 7ാമത്തെ കുട്ടിയായ ബലരാമനെ ദിവ്യശക്തിയാൽ നിഗൂഢമായി മറ്റൊരു ഗർഭപാത്രത്തിലേക്ക് മാറ്റി. 8ാമത്തെ കുട്ടിയായ കൃഷ്ണൻ ജനിച്ചപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. അർദ്ധരാത്രിയിൽ ഒരു കൊടുങ്കാറ്റിൽ കൃഷ്ണൻ തടവറയിൽ ജനിച്ചു. ചങ്ങലകൾ പൊട്ടി, കാവൽക്കാർ ഉറങ്ങി, വാതിലുകൾ തുറന്നു. വെള്ളക്കെട്ടുള്ള യമുന നദി കടന്ന് ഗോകുലത്തിലേക്ക്, ഗോപാലകരായ നന്ദന്റെയും യശോദയുടെയും വീട്ടിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഒരു ദിവ്യ ശബ്ദം വാസുദേവനോട് പറഞ്ഞു. ഒരു കൊട്ടയിൽ കുഞ്ഞിനെയും കൊണ്ട് വാസുദേവൻ നദി മുറിച്ചു കിടന്നു. വെള്ളം പിളർന്നു. സർപ്പമായ ശേഷനാഗ് തന്റെ നിരവധി കവചങ്ങൾ ഉപയോഗിച്ച് കുഞ്ഞിനെ സംരക്ഷിച്ചു. ഗോകുലത്തിലെത്തിയ വാസുദേവൻ കൃഷ്ണനെ യശോദയുടെ നവജാത മകളുമായി മാറ്റി. ദടവറയിൽ തിരിച്ചെത്തിയ കംസ് പെൺകുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ അവൾ ആകാശത്തേക്ക് ഉയർന്ന് മുന്നറിയിപ്പ് നൽകി, നിങ്ങളുടെ സംഹാരകൻ ഇതിനകം ജനിച്ചിരിക്കുന്നു, സുരക്ഷിതയാണ്. വളരുക, കംസനെപ്പോലുള്ള ദുഷ്ടശക്തികളെ നശിപ്പിക്കുക, ലോകത്തിൽ നന്മ പുനഃസ്ഥാപിക്കുക എന്നീ ദിവ്യദൗത്യത്തെക്കുറിച്ച് അറിയാതെയാണ് കൃഷ്ണൻ ഗോകുലത്തിൽ വളർന്നത്. അങ്ങനെ ഭഗവാൻ വിഷ്ണു കൃഷ്ണനായി ജനിച്ചു. പിന്നീട് ഹിന്ദുമതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടതും ആരാധിക്കപ്പെടുന്നതുമായ ദൈവങ്ങളിൽ ഒരാളായി മാറിയ ദിവ്യശിശു.